കറണ്ട് അഫയർ ഉറപ്പായും പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങൾ നോക്കാം. സൈബർ സുരക്ഷയ്ക്കുള്ള ദേശീയ അംബാസിഡർ നിയമിക്കപ്പെട്ടത് ആരാണ്? സൈബർ സുരക്ഷയ്ക്കുള്ള ദേശീയ അംബാസിഡർ നിയമിക്കപ്പെട്ടത് രശ്മിക മന്ദാനയാണ്. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് വിജയ കെ രഹത്തക്കർ. അപ്പൊ സൈബർ സുരക്ഷയുടെ ദേശീയ അംബാസിഡർ നിയമിക്കപ്പെട്ടത് ആരാണ്? രശ്മിക മന്ദാനി. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ വിജയ കെ രഹത്തക്കർ ആണ്. അടുത്ത മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ചോദ്യം ഇതാണ്, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. അടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് സർവകലാശാലയിലാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ്? OP ജിൻഡാൽ യൂണിവേഴ്സിറ്റിയാണ്. ഉത്തരം ഇതാണ്, OP ജിൻഡാൽ യൂണിവേഴ്സിറ്റി. അടുത്തത്, രോഗാണുക്കളുടെ മരുന്നുകളോടുള്ള പ്രതിരോധത്തെ അതിജീവിക്കാൻ ശേഷിയുള്ളതും ഇന്ത്യയിൽ തദ്ദേശീയം നിർമ്മിച്ചതുമായ ആദ്യത്തെ ആന്റിബയോട്ടിക് ഏതാണ്? ചോദ്യം ഇതാണ്, രോഗാണുക്കളുടെ മരുന്നുകളോടുള്ള പ്രതിരോധത്തെ അതിജീവിക്കാൻ ശേഷിയുള്ളതും ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ചതുമായ ആദ്യത്തെ ആന്റിബയോട്ടിക് ഏതാണ്? നഫിത്രോമൈസിൻ ആണ്. ഇതാണ് നഫിത്രോമൈസിൻ. 2024 വേൾഡ് സോയിൽ കോൺഫറൻസിൽ വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? 2024 വേൾഡ് സോയിൽ കോൺഫറൻസിൽ വേദിയായ ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ്. അത് ഇന്ത്യയിലെ സ്മാർട്ട് സിറ്റീസ് മിഷന് പിന്തുണ നൽകാൻ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ സ്മാർട്ട് സിറ്റീസ് മിഷന് പിന്തുണ നൽകിക്കൊണ്ട് വിക്ഷേപിച്ച ഉപഗ്രഹമാണ് GSAT-20.